ദുബായ് പുരാതന രൂപത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നതിനും അപ്പുറം അമ്പരചുംബികളായ കെട്ടിടങ്ങളും മറ്റും കൊണ്ട് നിറഞ്ഞ നഗരം. ലോകത്തിന് മുന്നിൽ തന്നെ പുതിയ സ്റ്റാൻഡേർഡുകൾ കെട്ടിപ്പടുക്കുന്ന ദുബായ് എന്ന സ്വപ്ന നഗരത്തിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ദുബായിയെ കുറിച്ചുള്ള ടോപ്പ് 10 ഫാക്ട്സ് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഒന്നാമതായി പറയാനുള്ളത് ദുബായിലുള്ള ലോകത്തിലെ തന്നെ വിചിത്രമായ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. ഇവിടെ നിലവിലുള്ള യുവർ വെയ്റ്റ് ഇൻ ഗോൾഡ് എന്ന പദ്ധതിയിലൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഓരോ 2 കിലോ കുറയ്ക്കുന്നതിലൂടെ 2 ഗ്രാം സ്വർണം വീതം നേടാൻ കഴിയും. ഇത് ഫിറ്റ്നസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ എങ്ങനെ ഒരു ലളിതമായ പ്രവർത്തനം പോലും ആഡംബരപൂർണമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയുമെന്നത് എടുത്തു കാണിക്കുന്ന ഒന്നുകൂടിയാണ്. വെയിറ്റ് കുറച്ചുകൊണ്ട് സ്വർണം അടുക്കി വെക്കുന്ന കാര്യമെന്ന് ആലോചിച്ച് നോക്കിയേ. ദുബായിൽ പോയി വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു പ്ലാൻ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എന്നാ വേഗം വിട്ടോളൂ. രണ്ടാമതായി പറയാനുള്ളത് ദുബായിയുടെ അഭിമാനമായ ഒരു കാര്യമാണ്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ദുബായ്. ഹൈടെക് നിരീക്ഷണവും കർശന നിയന്ത്രണങ്ങളുമായി സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഇവിടം പ്രദേശവാസികൾക്കും സന്ദർശകർക്കും സുരക്ഷിത താവളം തന്നെയാണ്. കുടുംബമായും ഒറ്റയ്ക്കും യാത്ര ചെയ്യുന്നവർക്കുമൊക്കെ ദുബായിൽ സ്വതന്ത്രമായും നിർഭയമായും കറങ്ങാൻ ഈ അന്തരീക്ഷം അനുവദിക്കുന്നു. അടുത്തതായി പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയ ദുബായിലെ ബുർജ് ഖലീഫയെ പറ്റിയാണ്. പ്രവർത്തനക്ഷമതയേക്കാൾ അതിശയകരമായ വാസ്തുവിദ്യയ്ക്ക് മുൻഗണന നൽകുന്നത് കൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ 40% സ്ഥലവും ഉപയോഗിക്കാത്ത അവസ്ഥയിലാണുള്ളത്. ദൃശ്യവിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ദുബായിയുടെ താല്പര്യത്തെയാണ് അവിടെയുള്ള ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. ഓരോ നിലയിലും ഉപയോഗമില്ലെങ്കിലും ലോകത്തെ പ്രചോദിപ്പിക്കുന്നതിനായുള്ള ദുബായിയുടെ ധീരമായ കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്തതായി പറയാനുള്ളത് ദുബായിയുടെ ടാക്സ് ഫ്രീ പോളിസിയെ പറ്റിയാണ്. ഇൻകം ടാക്സ് സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം സ്വന്തം പോക്കറ്റിലേക്ക് തന്നെ എത്തപ്പെടും. ബിസിനസ്സുകാർക്കും സംരംഭകർക്കും വളരെ ഉപയോഗപ്രദമായ ഈ സമ്പ്രദായം ദുബായിയെ അതിരുകളില്ലാതെ പണമൊഴുകുന്ന ഒരു നഗരമാക്കി മാറ്റുന്നു. അഞ്ചാമതായി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപായ പാം ജുമൈറ ദ്വീപിനെ പറ്റിയാണ്. 520 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടം ആഡംബര ഹോട്ടലുകൾ, വില്ലകൾ, ബീച്ചുകൾ എന്നിവയുടെ ആസ്ഥാനം കൂടിയാണ്. ലോകത്തിന്റെ ഇമാജിനേഷന് പോലും അപ്പുറമുള്ള വാസ്തുവിദ്യകളാണ് ദുബായ് ഇതിലൂടെ എടുത്തു കാണിക്കുന്നത്. അടുത്തതായി പറയാനുള്ളത് 3D ടെക്നോളജിയെ പറ്റിയാണ്. 2030 25% കെട്ടിടങ്ങളും 3D പ്രിന്റ് ചെയ്യാനുള്ള ലക്ഷ്യത്തോടെ ദുബായ് 3D ടെക്നോളജിക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്പ്രദായം വഴി സസ്റ്റൈനബിലിറ്റിയും എഫിഷ്യൻസിയും കൂട്ടി ലോകത്തിന്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണ രംഗത്ത് തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ്. ഒരു സയൻസ് ഫിക്ഷൻ പോലെ കെട്ടിടങ്ങളുടെ ഓരോ ഭാഗവും വളരെ കൃത്യതയോടെയും വേഗത്തിലും പ്രിന്റ് ചെയ്ത് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അടിപൊളിയായിരിക്കുമല്ലേ? ഏഴാമതായി പറയാനുള്ളത് അവിടുത്തെ ജനസംഖ്യയെ പറ്റിയാണ്. ദുബായിലെ ജനസംഖ്യയുടെ 88.5% പ്രവാസികളാണ്. ബാക്കി വരുന്ന വെറും 11.5% മാത്രമാണ് സ്വദേശികളുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തത്ര വൈവിധ്യമാർന്ന ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ദുബായ് നൽകും. നഗരം വിടാതെ തന്നെ ലോകമെമ്പാടുമുള്ള രുചികളും ഭാഷകളും ശൈലികളും നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ സാധിക്കും. അടുത്തതായി പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡനെ പറ്റിയാണ്. 72,000 ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്ന മരുഭൂമിയിലെ മരുപ്പച്ചയെന്ന് തന്നെ പറയാൻ പറ്റുന്ന ദുബായ് മിറാക്കിൾ ഗാർഡൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ. ഓരോ സീസണിലും പുത്തൻ തീമുകളും ഡിസൈനുകളും കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് ഈ പൂക്കളുടെ പറുദീസ ആകർഷിക്കുന്നത്.
അടുത്തതായി പറയാനുള്ളത് ഇവിടുത്തെ സംസ്കാരത്തെ പറ്റിയാണ്. പ്രാദേശിക സംസ്കാരത്തെ മാനിക്കുക എന്നത് ഇവിടെ വളരെ പ്രധാനമാണ്. പൊതുസ്ഥലത്ത് ചുംബിക്കുന്നത് പിഴയോ നാടുകടത്തലോ വരെ തന്നേക്കാവുന്ന കുറ്റകൃത്യമാണ്. എന്നിരുന്നാലും ദുബായ് സന്ദർശകരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുണ്ട്. അവിടുത്തെ നിയമങ്ങളും മറ്റും അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും ദുബായ് നൽകുന്നത് എന്നത് തീർച്ച. അവസാനമായി ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഡഡ് അക്വേറിയത്തെ പറ്റി നോക്കാം. ദുബായ് മാളിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് അക്വേറിയവും അണ്ടർ വാട്ടർ മൃഗശാലയും ആയിരക്കണക്കിന് സമുദ്രജീവികളുടെ ആവാസ കേന്ദ്രമാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഇത് സമുദ്രപ്രേമികൾക്ക് അവിസ്മരണീയമായ ഒരു അനുഭവം നൽകുന്നവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദുബായിയെ പറ്റിയുള്ള ടോപ്പ് 10 ഫാക്ട്സ്. ഓരോ ഫാക്റ്റിലൂടെ കടന്നു പോകുമ്പോഴും ലോകത്തെ തന്നെ വളരെ ആകർഷകമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം എന്ന് നമുക്ക് മനസ്സിലാകുമല്ലേ? മുകളിൽ പറഞ്ഞതല്ലാതെ ദുബായിയെ പറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫാക്ട്സ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.